ഹായ് എവരിവൺ, എല്ലാ സഞ്ചാരപ്രിയർക്കും സ്വിസ് സഞ്ചാരി ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ഒരു സ്വപ്ന ലോകം. അതാണ് സ്വിറ്റ്സർലൻഡിലെ ആൽപ്സ് മലനിരകളുടെ മധ്യത്തിൽ ടോപ്പ് ഓഫ് യൂറോപ്പ് എന്ന പേരിൽ പ്രസിദ്ധമായ യുങ്ഫ്രൗ യോഗ് വിനോദസഞ്ചാര കേന്ദ്രം. മഞ്ഞു പൂത്തു നിൽക്കുന്ന പർവ്വതങ്ങൾ, അഴകാർന്ന താഴ്വരകൾ, നീലാകാശത്തോട് ചേർന്ന് നിൽക്കുന്ന കൊടുമുടികൾ, ഇതൊക്കെ ഒരിക്കലെങ്കിലും നേരിൽ കാണുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ടോപ്പ് ഓഫ് യൂറോപ്പിൽ നിന്ന് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ അലറ്റ്സ് ഗ്ലസിയറിന്റെ നല്ല കാഴ്ചകൾ ആസ്വദിക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് 3454 മീറ്റർ ഉയരത്തിലുള്ള യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന റെയിൽവേ സ്റ്റേഷനിൽ കാലുകുത്തിയപ്പോൾ ശീതളമായ വായുവിന്റെ സ്പർശം മനസ്സിനെ ഉണർത്തി. സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന ഹിമപ്രദേശങ്ങളും ശാന്തത നിറഞ്ഞ മലനിരകളും സ്വപ്നസുന്ദരമായ അനുഭവമാണ് സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത്. ഇന്റർലാക്കൻ ഈസ്റ്റ് സ്റ്റേഷനിൽ നിന്നാണ് സാധാരണയായി യുങ്ഫ്രൗ യോഗിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. സ്വിറ്റ്സർലൻഡിലെ ഏത് ടൗണിൽ നിന്നും ട്രെയിനിൽ ഇന്റർലാക്കനിൽ എളുപ്പത്തിൽ എത്തിച്ചേരാം. ഇവിടെ നിന്ന് 2 വഴിക്ക് ടോപ്പ് ഓഫ് യൂറോപ്പിൽ എത്താം. ലൗട്ടർ ബ്രൂണൻ വഴിയോ അല്ലെങ്കിൽ ഗ്രിൻഡൽവാൾഡ് സ്റ്റേഷൻ വഴിയും യാത്ര ചെയ്യാം. ഞങ്ങളുടേത് ഒരു റൗണ്ട് ട്രിപ്പാണ്. ഗ്രിൻഡൽവാൾഡിൽ നിന്ന് സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും പുതിയ അത്യാധുനിക ട്രൈ കേബിൾ സംവിധാനത്തോടു കൂടിയ ഐഗർ എക്സ്പ്രസ് കേബിൾ കാറിൽ ഐഗർ ഗ്ലെറ്റ്ഷർ എന്ന സ്റ്റേഷൻ വരെ 2020 ഡിസംബർ 5 ഉദ്ഘാടനം ചെയ്ത ഐഗർ എക്സ്പ്രസിന്റെ വേഗത മണിക്കൂറിൽ 26 കിലോമീറ്ററാണ്. വെറും 15 മിനിറ്റ് കൊണ്ട് ഇത് ഐഗർ ഗ്ലെറ്റ്ഷർ സ്റ്റേഷനിൽ എത്തിക്കും. അവിടെ നിന്ന് ട്രെയിനിൽ യുങ്ഫ്രൗ യോഗിലേക്ക്, മടക്കയാത്ര ക്ലൈനെ ഷൈഡക് വഴി ലൗട്ടർ ബ്രൂണിലേക്ക്. 'ഐഗർ എക്സ്പ്രസിലെ തുഷാരത്തുള്ളികൾ മൂടിയ ജനലിലൂടെ കണ്ണെത്താ ദൂരത്തോളം മഞ്ഞു പുതച്ചു നിൽക്കുന്ന ആൽപ്സ് മലനിരകളുടെ മനോഹാരിത മനസ്സിനെ മയക്കിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഐഗർ ഗ്ലെറ്റ്ഷറിൽ നിന്നുള്ള ട്രെയിൻ യാത്ര ടണലിൽ കൂടി മാത്രമാണ്. ഈ റെയിൽവേ 1912 പൂർത്തിയാക്കിയതാണ്. 9 കിലോമീറ്റർ ദൂരത്തിൽ ഐഗർ മേൺഷ് പർവ്വതങ്ങളുടെ ഉള്ളിൽ കൂടിയുള്ള തുരങ്കം വഴിയാണ് ഈ ട്രെയിൻ സഞ്ചരിക്കുന്നത്. യാത്രക്കിടയിൽ ഒരു സ്റ്റേഷനിൽ 5 മിനിറ്റ് ലഭിക്കും അതിശയിപ്പിക്കുന്ന ഹിമക്കാഴ്ചകൾ കാണാൻ. – 3571 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പിൻസ് തെരാസയിൽ നിന്നാൽ അലറ്റ്സ് ഗ്ലസിയറിന്റെ വ്യക്തമായ കാഴ്ചകൾ കാണാം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഒരു നിരീക്ഷണ ഡെക്ക് കൂടിയാണ് ഇത്. പൂർണ്ണമായും മഞ്ഞിൽ നിർമ്മിച്ച തുരങ്കങ്ങളും ഹിമശില്പങ്ങളുമുള്ള അത്ഭുത ലോകമാണ് ഐസ് പാലസ്. മഞ്ഞുകൊണ്ടുണ്ടാക്കിയ കരടി, പെൻഗിൻ തുടങ്ങിയ ഒത്തിരി ശില്പങ്ങൾ ഇവിടെയുണ്ട്. ഇതിനുള്ളിലെ തണുപ്പ് ഏകദേശം -3 ഡിഗ്രി മുതൽ -10 ഡിഗ്രി വരെയാണ്. ഒരു സ്നോ ഫൺ പാർക്കാണ് ഗ്ലസിയർ പ്ലാറ്റാവ്. ഇവിടെ സ്നോ ബോർഡിംഗ്, സ്കീയിങ്, ട്യൂബിംഗ് തുടങ്ങിയ അഡ്വഞ്ചർ പ്രവർത്തനങ്ങൾക്കുള്ള സൗകര്യങ്ങളുണ്ട്. സ്വിസ് പതാകയോടുകൂടിയ ഫോട്ടോ സ്പോട്ട്, ഐഗർ, മേൺഷ്, യുങ്ഫ്രൗ എന്നീ 3 പർവ്വത ശിഖരങ്ങളുടെ സുന്ദരമായ കാഴ്ചകളും ഇവിടുന്ന് ആസ്വദിക്കാം. ഇതുവരെ മഞ്ഞ് കാണാത്തവർ ടോപ്പ് ഓഫ് യൂറോപ്പിൽ എത്ര കൊടിയ വേനലിൽ വന്നാലും മഞ്ഞിൽ കളിക്കാം, ആർത്തുല്ലസിക്കാം. ലോകപ്രശസ്തമായ ലിൻ ബ്രാൻഡിന്റെ ചോക്ലേറ്റുകളുടെയും ചോക്ലേറ്റ് നിർമ്മാണ രീതിയുടെയും ചെറു പ്രദർശനം ഇവിടെയുണ്ട്. സ്വിറ്റ്സർലൻഡിലെ ഈ യാത്രയുടെ മധുരമുള്ള ഓർമ്മയ്ക്കായി ചോക്ലേറ്റുകൾ വാങ്ങാം.
മഞ്ഞും വെയിലും ഒരുമിച്ച് കാണാൻ പറ്റിയ യാത്രാസമയം ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ്. വർഷം മുഴുവൻ ഇവിടം തുറന്നിരിക്കുന്നു. സമ്മറിലും നല്ല തണുപ്പാണ്. -5 ഡിഗ്രി സെന്റിഗ്രേഡ് മുതൽ -15 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ താപനില ഇവിടെ അനുഭവപ്പെടുന്നു. ഇന്റർലാക്കൻ മുതൽ യുങ്ഫ്രൗ യോഹ് വരെയുള്ള യാത്രയ്ക്ക് ഏകദേശം 200 മുതൽ 250 ഫ്രാങ്ക് വരെ ചെലവാകും. സ്വിസ് ട്രാവൽ പാസ് ഉണ്ടെങ്കിൽ 25% കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ ലഭിക്കും. നല്ല തണുപ്പുള്ളതുകൊണ്ട് അനുയോജ്യമായ വസ്ത്രങ്ങൾ ധരിക്കുക. ഷൂസ്, ഗ്ലൗസ്, സൺഗ്ലാസ് കയ്യിൽ കരുതുക. ഉയരം കൂടുതലായതിനാൽ ഓക്സിജന്റെ അളവ് അല്പം കുറവാണ്. കുറച്ച് ജലവും ആവശ്യമായ മരുന്നുകളും കരുതുക. ഉയർന്ന ഉയരത്തിലെത്തുമ്പോൾ ചിലർക്ക് തലവേദനയോ തലകറക്കമോ ഛർദിയോ ഉണ്ടാകാം. നന്നായി വെള്ളം കുടിക്കുക. പതുക്കെ നീങ്ങുക. ഇത്രയും പ്രകൃതി സൗന്ദര്യങ്ങൾ ഒരിടത്ത് സമ്മേളിച്ചിരിക്കുന്ന യുങ്ഫ്രൗ യോഹ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട അതിശയമാണ്. പ്രകൃതിയുടെ ഈ വിസ്മയവും ആൽപ്സ് മലനിരകളുടെ ഭംഗിയും നിങ്ങൾ ഒരിക്കൽ കണ്ടാൽ പിന്നെ അത് മറക്കില്ല. യുങ്ഫ്രൗ യോഹിലേക്കുള്ള യാത്ര ഒരു സ്വപ്ന സാക്ഷാത്കാരം പോലെയാണ്. മഞ്ഞുമലകളിലെ സൂര്യൻ, നീല ആകാശം, ഹിമനദികൾ, ഐസ് തുരങ്കങ്ങൾ, മഞ്ഞുമൂടിയ ആകാശമേഘങ്ങൾക്കിടയിലൂടെ ഈ മലനിരകളുടെ മഹിമ അതൊരു സ്വപ്ന ലോകം തന്നെയാണ്. പ്രകൃതിയുടെ ഭംഗിയും മനുഷ്യനിർമ്മിത അത്ഭുതങ്ങളും സമന്വയിപ്പിക്കുന്ന സ്വിസ് ആൽപ്സിലെ ഈ മനോഹര പ്രദേശം സഞ്ചാരികൾക്ക് തണുത്ത കാലാവസ്ഥയിലും ത്രസിപ്പിക്കുന്ന കാഴ്ചകളും അനുഭവങ്ങളും നൽകുന്നു. മറ്റൊരു പുത്തൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്വിസ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ.